ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. നയതന്ത്ര മികവിൽ ത്രിരാഷ്ട്ര സന്ദർശനം. പങ്കാളിത്തം ശക്തമാക്കി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം അമൃത വൈശാഖ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ കഴിഞ്ഞതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ സന്ദർശനം. പസഫിക് ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക, പ്രതിരോധ, സാംസ്കാരിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നത് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഉഭയകക്ഷി ചർച്ചകളും പ്രവാസി കൂടിക്കാഴ്ചകളും വഴി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വാധീനവും സൌഹൃദവും പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ സന്ദർശനങ്ങൾ സഹായകമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി നിലവിലുള്ള വ്യാപാര കരാറുകൾ കൂടുതൽ ശക്തമാക്കാനും ന്യൂസിലാൻഡുമായി പുതിയ വാണിജ്യ സാധ്യതകൾ തുറക്കാനും സന്ദർശനം വഴിയൊരുക്കി. ഉഭയകക്ഷി ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ എത്തിനിൽക്കുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനം. ജനാധിപത്യ മൂല്യങ്ങൾ, പൊതുവായ താൽപര്യങ്ങൾ, സ്വതന്ത്രവും സുരക്ഷിതവുമായ ഇൻഡോ പസഫിക് മേഖല എന്നിവയിലാണ് ഈ ബന്ധം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ തന്റെ മൂന്നാമത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെ പ്രധാനമന്ത്രി നയതന്ത്ര തലത്തിൽ ഒരു ഹാട്രിക് നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രം മുൻനിർത്തി ഭാവി സജ്ജമായ ഒരു വികസിത ഭാരതത്തിനായുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ സന്ദർശനത്തിൽ പങ്കുവച്ചത്. മെൽബണിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആതിഥേയത്വം വഹിച്ച മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന ദൌത്യം. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സൈബർ, നൂതന സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശം, സിവിൽ ആണവോർജം, ശുദ്ധ ഊർജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ധാരണയായി. ഓസ്ട്രേലിയയിൽ നിന്ന് ദീർഘകാലത്തേക്ക് യുറേനിയം ലഭ്യമാക്കാനുള്ള നിർണായക കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് കരുത്തു പകരുന്ന വലിയ വഴിത്തിരിവായി. ആണവോർജ്ജ സഹകരണ കരാറിന്റെ അന്തിമ ഭരണ ക്രമീകരണങ്ങൾ പൂർത്തിയായതോടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ദീർഘകാല യുറേനിയം ഇറക്കുമതിക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇതിനു പുറമെ പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. ഓസ്ട്രേലിയയിലെ പുതിയ സർവകലാശാല ശാഖകൾ ബംഗളൂരുവിലും ഗുരുഗ്രാമിലും പ്രവർത്തനം ആരംഭിച്ചതോടെ വിദ്യാഭ്യാസ സംയോജന രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഊർജ്ജസ്വലരായ ഇന്ത്യൻ പ്രവാസികളാണ് ഭാവിയിലേക്കുള്ള ഈ പങ്കാളിത്തത്തിന്റെ ജീവനാഡിയെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസി വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള LNG വിതരണത്തിൽ ഓസ്ട്രേലിയയും ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ധന വിതരണത്തിൽ ഇന്ത്യയും വഹിക്കുന്ന പ്രധാന പങ്ക് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നു. ഊർജ്ജ മേഖലയുടെ എല്ലാ തലങ്ങളിലും നിക്ഷേപാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു വ്യക്തമാക്കി. പ്രമുഖ നിക്ഷേപക സ്ഥാപനമായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയിൽ നടത്തുന്ന 500 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മെൽബണിൽ കമ്പനി CEO പോൾ സ്ട്രോഡാണ് ഈ വലിയ നിക്ഷേപം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും പരിഷ്കാരങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. മെൽബണിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനൊപ്പം ഓസ്ട്രേലിയ ഇന്ത്യ CEO ഫോറത്തെയും ഇക്കണോമിക് റോഡ് മാപ്പ് ബിസിനസ് പരിപാടിയെയും അഭിസംബോധന ചെയ്യവേ ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം വലിയ മാറ്റങ്ങളോടെ ഹൈടെക് യുഗത്തിലേക്ക് കടന്നതായി നരേന്ദ്രമോദി വ്യക്തമാക്കി. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു റോഡ് മാപ്പും അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ദീർഘകാല നിക്ഷേപക സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ നിക്ഷേപകരെ ക്ഷണിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം കേവലം സമാന്തരമായ ഒരു സൌഹൃദത്തിനപ്പുറം ആഴത്തിലുള്ള പങ്കാളിത്തത്തിലേക്കും ഭാവിക്ക് അനുയോജ്യമായ സഖ്യത്തിലേക്കും മാറിയതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കി. ഓസ്ട്രേലിയയിലെ മാൽവെൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി എന്ന ചരിത്രം കുറിച്ച സ്വീകരണ ചടങ്ങിൽ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാബോ സുബിയോന്തോയുമായി ജർക്കാത്തയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും ഭാവി സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു. ഇന്തോനേഷ്യയുടെ സുവർണ ഇന്തോനേഷ്യ ദർശനവും ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യവും ഒരുമിച്ച് കൈകോർത്ത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യസുരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ എന്നിവ ചർച്ചയിൽ പ്രധാനമായിരുന്നു. പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയായി. ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിലെ സഹകരണത്തിലൂടെ എയർ ടു എയർ മിസൈൽ സഹകരണ കരാറിലൂടെയുമുള്ള രാജ്യരക്ഷാ സഹകരണത്തിന്റെ പുരോഗതിയെ അവർ സ്വാഗതം ചെയ്തു. ഭീകരവാദിത്വത്തിന്റെ എല്ലാ രൂപങ്ങളെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു.
2026-27 ഇന്ത്യ ഇന്തോനേഷ്യ സാംസ്കാരിക വിദ്യാഭ്യാസ നയതന്ത്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിന്റെ ആദ്യ വിദേശ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ സ്ഥാപിക്കുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ആസിയാൻ മേഖലയിലുടനീളമുള്ള വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ക്യാമ്പസ് പ്രയോജനം ചെയ്യും. ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദം ശക്തമാക്കുന്നതിനും സ്വതന്ത്രവും സുഗമവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നിയമാധിഷ്ഠിതവുമായ ഒരു ഇൻഡോ പസഫിക് മേഖലയ്ക്കായി ഇന്തോനേഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം നരേന്ദ്രമോദി സ്വന്തമാക്കി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാബോ സുബിയോന്തോയിൽ നിന്ന് പ്രധാനമന്ത്രി ബിൻതാങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള യോഗ്യകാർത്തയിലെ പ്രബനൻ ക്ഷേത്ര സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ക്ഷേത്ര സമുച്ചയത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണ പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഫലകം ഇരു നേതാക്കളും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ന്യൂസിലാൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡിലേക്കുള്ള തന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നാഴികക്കല്ലാണെന്നും അത് ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും വിശേഷിപ്പിച്ചു. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണിന്റെ സാന്നിധ്യത്തിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനാണ് ഈ കരാറുകൾ. 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം. ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങളും കടന്നുവന്നു. അന്താരാഷ്ട്ര വേദികളിൽ പരസ്പര സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും ഉറപ്പു നൽകി. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് സമുദ്ര വ്യോമപാതകളിലെ സഞ്ചാര സ്വാതന്ത്ര്യവും കടലിന്റെ മറ്റ് നിയമപരമായ ഉപയോഗങ്ങളും ഉറപ്പാക്കണമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും ന്യൂസിലാൻഡും നിലപാട് കടുപ്പിച്ചു. 2025 ഏപ്രിലിൽ പഹൽഗാമിലും നവംബറിൽ ചുവപ്പുകോട്ടയ്ക്ക് സമീപവും ഉണ്ടായ ആക്രമണങ്ങളെ ഇരു നേതാക്കളും കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രിമാർ ഭീകരതയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഓൺലൈൻ ശൃംഖലകളും ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും സംയുക്തമായി പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും ബിസിനസ് പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൗകര്യ വികസനം, സിവിൽ വ്യോമയാനം, ഹരിത ഊർജ്ജം, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ന്യൂസിലാൻഡ് നിക്ഷേപകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഓക്ലൻഡിലെ സ്പാർക്ക് അരീനയിൽ 10,000-ലധികം ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുത്ത കൂട്ടായ്മയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ പ്രധാന ആകർഷണം. ചടങ്ങിൽ സംസാരിച്ച ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ന്യൂസിലാൻഡിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ പ്രകീർത്തിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനവും രാഷ്ട്ര നേതാക്കളുമായുള്ള ശക്തമായ ആശയവിനിമയവും നൂതന കരാറുകളും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് പുതിയ ഊർജ്ജം പകരും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം അമൃത വൈശാഖ്.